ഏറെ നാളായി തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിക്കും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ലോകത്തിനുണ്ടായിരിക്കുകയാണ്. കാരണം ഉക്രൈൻ ഭരണാധികാരി സെലൻസ്കി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഈ വിഷയത്തിൽ ഇടപെടണം എന്നവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മോദി അനുകൂലമായി പ്രതികരിച്ചു എന്നാണ് വാർത്തകൾ. കാരണം ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വരുന്നുണ്ട്. വിഷയം അവിടെ വെച്ച് സംസാരിച്ച് തീർക്കും എന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാനാകുമോ സാർ, റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിച്ചു എന്ന്? മോദിയുടെ ഒരു ഇടപെടൽ വളരെ ശക്തമാണല്ലോ. ഇവിടെ വേറൊരു രാജ്യത്ത് വെച്ചാണ് മറ്റ് രണ്ട് രാജ്യത്തലവന്മാരെ കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പം മോദിയുടെ റോൾ ഇവിടെ ഒരു വലിയ റോളാണെന്നുള്ളത് പലർക്കും മനസ്സിലാകാതെ പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിനു മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു ഭാരതം ഇടപെടണം എന്നുള്ളത്. കാരണം ഇന്ത്യയുടെ വാക്കുകൾ അവസാന വാക്കാണ്, നിർണായകമാണ് എന്ന് ലോകം തന്നെ കാണുന്നും ഒക്കെയുണ്ട്. ഒരു അനിഷേധ്യ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. അത് നമ്മളെപ്പോഴും സമ്പദ് ശക്തി മാത്രമല്ലല്ലോ. അല്ല, സമ്പദ് ശക്തി, സൈനിക ശക്തി, സാംസ്കാരിക ശക്തി, അതെ, സാമൂഹ്യമായ കെട്ടുറപ്പ്, ഇതെല്ലാം ഇന്ന് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകയായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സെലൻസ്കി ഇപ്പം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇവരുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം. അതിന് മോദി ആശംസകളൊക്കെ നേരിട്ട് അറിയിച്ചു. അതെ, കാരണം ഇത് യുദ്ധം തുടങ്ങിയിട്ട് തന്നെ നാളുകളായില്ലേ? അതെ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2 വർഷത്തോളം ആകുന്നുണ്ട്. അതെ, അപ്പോൾ അതൊരു നീണ്ട കാലയളവാണ്. ഇപ്പം മറ്റ് ലോകത്ത് ഒരുപാടിടങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ അറിയാത്ത തരത്തിലൊക്കെ. പക്ഷെ ഇതങ്ങനെയുള്ള ഒന്നല്ല. ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ നമുക്കറിയാം അത് വല്ലാത്ത രീതിയിൽ അങ്ങ് മാറിപ്പോയതാണ്. ഇപ്പം ഇസ്രയേൽ ഗാസ ഇപ്പോഴും യുദ്ധം തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നു എന്ന് നമുക്ക് ഒറ്റ പറയാൻ തീർന്നു എന്ന് നമ്മൾ കരുതുമ്പോഴാണ് അവിടെ അടുത്ത ആക്രമണം നടക്കുന്നത്. അപ്പോൾ കേൾക്കാം 60 മരണം, 80 മരണം, 50 മരണം, ഇങ്ങനെയൊക്കെ. അത്രയും വരുന്നത് എന്ത് നിസ്സാരമാണോ? അതൊക്കെ വലിയ നഷ്ടം തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് റഷ്യ ഉക്രൈൻ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കുന്നുണ്ട്. അതായത് ഈ ചൊറിച്ചിലാണ്, അത് ചൊറിയുന്ന പോലെ ഉള്ളൂ. പക്ഷെ റഷ്യ തിരിച്ചു കൊടുക്കുന്ന അടി മാരകമാണ്. റഷ്യയുടെ കയ്യിൽ അത്യന്താധുനികമായ ആയുധങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാനും അവർക്ക് കഴിയും. ഉക്രൈന് റഷ്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉക്രൈൻ പ്രതീക്ഷിച്ചത് ഈ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയാണ്, അത് കിട്ടിയുമില്ല. അമേരിക്ക കുറേ ആയുധങ്ങളൊക്കെ കൊടുത്തെങ്കിലും ആ ആയുധങ്ങളൊന്നും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയുന്നവർ പോലും ഉക്രൈനിലില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈന് വിചാരിച്ചതുപോലെ റഷ്യയെ പ്രതിരോധത്തിലാക്കാനോ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനോ ഒന്നും സാധിച്ചില്ല. റഷ്യയാകട്ടെ ഈ കിട്ടുന്ന ഈ പൂച്ച എലിയെ ഇട്ട് തട്ടി കളിക്കുന്നത് പോലെ ഉക്രൈനെ ഇട്ട് ഇങ്ങനെ തട്ടി കളിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അമേരിക്കയുടെ കച്ചവട കണ്ണുകൾ ഉക്രൈൻ്റെ മേലുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ഫലപ്രദമായ സഹായം കിട്ടുന്നില്ല. ഇതെല്ലാം കൂടി സെലൻസ്കി ആകെ ശ്വാസം മുട്ടുകയാണ്. സമാധാനമുണ്ടാകുമെന്ന് കരുതി അമേരിക്കയിൽ പോയി സംസാരിച്ചപ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇട്ടിരിക്കുന്ന ടീഷർട്ടിനെ കുറിച്ച് കളിയാക്കി പരിഹസിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. എല്ലാം കൊണ്ടും സെലൻസ്കി വലിയ സമ്മർദ്ദത്തിലാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവുള്ളൂ, ഇല്ലെങ്കിൽ ഉക്രൈൻ ജനതയുടെ മുന്നിൽ അദ്ദേഹത്തിന് പറയാൻ മറുപടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പുടിൻ്റെ മേൽ ഏറ്റവും നല്ല സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയുമായ നരേന്ദ്രമോദിയെ, ഇന്ത്യയുടെ ഭരണാധികാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആശ്രയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രംപ് വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നു എല്ലാവരോടും, യുദ്ധം അവസാനിപ്പിച്ചു, ഞാൻ വരുന്നുണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ട് നടന്നത്. ഇസ്രയേലും ഇറാൻ്റെ നേരെയൊക്കെ എന്തായിരുന്നു, ഗാസയുടെ നേരെ, അത് കഴിഞ്ഞിട്ട് ഇവരോടും റഷ്യയോടും ഉക്രൈനോടും. ഒരു ഘട്ടത്തിൽ റഷ്യയെ വരട്ടാൻ പോലും ട്രംപ് ശ്രമിച്ചു. അല്ല, ട്രംപിൻ്റെ വിരട്ടലെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ലോകത്ത് മറ്റ് രാജ്യങ്ങളെല്ലാം
ഒരുപക്ഷെ ഒന്നായി നിന്നുകൊണ്ട് ട്രംപിനെ നേരിടുന്നുണ്ട്. അത് അമേരിക്കയെ നേരിടും. ആ നേരിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെ എല്ലാം തള്ളി വിടുകയാണ് ട്രംപ്. അത് ആ തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയിട്ടില്ല ഇതുവരെ. അത് വരുമ്പോൾ അമേരിക്കയ്ക്ക് പിന്നെ നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതാണ്. അപ്പം ഇവിടെ പിന്നെ ഈ ചൈനയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ അവിടുന്ന് എനിക്ക് തോന്നുന്നു നല്ല ഒരു ശുഭകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനിയുള്ള പോക്കെന്നാണ്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. അതായത് പുടിനുമായിട്ട് മോദി സംസാരിച്ച് ഒരു തീർപ്പുണ്ടാക്കുകയും ഉക്രൈൻ റഷ്യ ആദ്യം ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാക്കി അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സമാധാന കരാർ കൊണ്ടുവരികയും ചെയ്താൽ അത് മോദിയുടെ എക്കാലത്തെയും വലിയ വിജയമായിട്ട് വാഴ്ത്തിപ്പാടും. അത് പിന്നെ ലോകം ചിലപ്പോൾ മോദിയെ അംഗീകരിക്കുമെന്നുള്ളതാണ്. അല്ല, ലോകം മോദിയെ അംഗീകരിക്കാതിരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഈ പറഞ്ഞതുപോലെ വലിയ ഒരു 3ാം ലോക സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ ആ ഒരു മെറിറ്റെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സമാധാനത്തിൻ്റെ ദൂതുമായി വന്നെത്തിയ ഒരു വെള്ളരിപ്രാവാണ് നരേന്ദ്രമോദി എന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും ഇനി ഉണ്ടാകുക. കാരണം ഇത്രയും വലിയ സൈനിക ശക്തിയും ഒക്കെ ആയിട്ടും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ആ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന്, ആ ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക, അത് പിന്തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് നരേന്ദ്രമോദി ആ പാരമ്പര്യത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ യുദ്ധമല്ല, ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു മുമ്പ് പല അവസരങ്ങളിൽ. അങ്ങനെ ഓർമ്മിപ്പിച്ച നരേന്ദ്രമോദിക്ക് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് കഴിഞ്ഞു. അതോടുകൂടി ട്രംപൊക്കെ അപ്രസക്തനായി പോകും. പിന്നെ ലോകരാജ്യങ്ങൾക്ക് സ്വീകാര്യനാണ് മോദി. അവിടെ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ചാർത്തുന്ന ഒരു പൊൻതൂവലായി അത് മാറും. അല്ല, അദ്ദേഹം പലപ്പോഴും വിദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ ആദ്യം പറയുന്ന കാര്യം, ഞാൻ ഗാന്ധിജിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, അഹിംസയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, സമാധാനം സമാധാനത്തിന്റെ നാട്ടിൽ നിന്ന്, ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ലോകത്ത് സമാധാനമാണ്. നമുക്ക് അസംഖ്യം ഉദാഹരണങ്ങളുണ്ട്, മാതൃകകളുണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. ബുദ്ധനും ഗാന്ധിയും പോലെ അസംഖ്യം മാതൃകകൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമുക്ക് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് പൊരുതാം എന്നും പറയുന്നു. അതൊരു വലിയ സന്ദേശമായിട്ട് അദ്ദേഹം ലോകം മുഴുവനും പകർന്നു നൽകുന്നുണ്ട്. ഈ ഭീകരത, ഇസ്ലാമിക മതഭീകരത തുടച്ചു നീക്കപ്പെടേണ്ടതാണ്. അത് ഈ ലോകത്തിനൊരു വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് മോചനം നേടണം. ഈ ഭീകരതയെ അവസാനിപ്പിക്കണം. ഇസ്ലാമിനെയും ഭീകരതയും തമ്മിൽ വേർതിരിക്കണം. അങ്ങനെ ഭീകരതയെ അവസാനിപ്പിക്കണം എന്നും അദ്ദേഹം ഉച്ചൈസ്തരം വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പിന്നെ പോയ വാരത്തിൽ ഫിജി പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രിയോടും പറഞ്ഞതും അദ്ദേഹം ഇതാണ്. പിന്നെ ഈ ചൈനയിലെ ഈ കൂടിക്കാഴ്ച എത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ജപ്പാനിൽ പോയിരുന്നല്ലോ. ജപ്പാനിലും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യമായിരുന്നു. നരേന്ദ്രമോദി അപ്പോൾ ലോകത്ത് ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിരിക്കും, ലോകത്തെ മുഴുവനും ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. അത് അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുകയാണ്. അതിന്റെ മുഴുവൻ കാർമ്മികത്വം വഹിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. ഇതിനകത്തൂടെ ഉണ്ടാകുന്ന എന്താണെന്നറിയാമോ, അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്ത് 2 നേട്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നു. ഒന്ന്, നരേന്ദ്രമോദിക്ക് തന്നെ വീണ്ടും ഇന്ത്യയിൽ ഒരു വലിയ വൈബ് ഇങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. മോദിക്ക് മുകളിലായിട്ട് വേറൊരു നേതാവില്ലാത്ത തരത്തിലുള്ള ഒരു വൈബ് ഇങ്ങനെ മോദിയോട് മത്സരിക്കാൻ കഴിയുന്ന മറ്റൊരാളില്ല. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് 75-ൽ വിരമിക്കൽ അതൊന്നുമില്ല എന്നുകൂടി ഞാൻ ഇപ്പോഴും ഊർജ്ജസ്വലനാണ്, അതൊക്കെ വെറും സംഖ്യയാണ് എന്നും കൂടി ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളത് ചർച്ച ചെയ്തോളൂ, ഇവിടെ അതൊന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.